ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇടയൻ ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ കീഴിൽ കർത്തൃസേവനം അനുഷ്ഠിക്കുന്ന ബ്രദർ ജോസഫ് അപ്പലോസ് തന്റെ ആത്മീയ നേതൃത്വത്തിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു സ്നേഹ ഇടയൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് വാഗ്ദത്തം അരുളിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇടയൻ ഗോസ്ബൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന സ്നേഹ ഇടയൻ എന്ന ആത്മീയ ദൃശ്യ വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദീർഘമാസങ്ങളായി ഞാൻ ശാരീരികമായിട്ട് ബലഹീനതയിലായിരുന്നു. കിഡ്നി ഡാമേജ് കാരണം ഡയാലിസിസ് ചെയ്യുവാൻ വിധേയനായി തീർന്നു. എങ്കിലും നവി മുംബൈ കലമ്പുലി AG സഭയുടെ ദേവദാസൻ കുടുംബം, സഭാജനങ്ങൾ, മസ്കറ്റിന്റെ ഒമാൻ ബന്ധക്കോസ് അസംബ്ലി ചർച്ചിന്റെ ബ്രാഞ്ചായി പ്രവർത്തിക്കുന്ന നിസ്വ OPA ചർച്ച് ദേവദാസൻ കുടുംബം, സഭാജനങ്ങൾ, വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന അനേക ദേവദാസന്മാർ, എൻ്റെ കൂട്ടു സഹോദരങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ ആരോഗ്യമായിരിക്കുന്നു. വീണ്ടും എൻ്റെ ശാരീരിക പൂർണ്ണ സൗഖ്യത്തിനു വേണ്ടി നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. സ്നേഹ ഇടയൻ എന്ന ആൽബത്തിൽ കൂടെ പുറത്തിറങ്ങിയ ഒരു അനുഗ്രഹീത ഗാനം പ്രശസ്ത ഗായകൻ ബിനോയ് ചാക്കോ ആലപിക്കുന്നു. തുടർന്ന് ഖത്തറിന്റെ പ്രദേശത്തായിരിക്കുന്ന ബ്രദർ അലക്സ് സാലേം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് സംസാരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ശ്രവിച്ചാലും. നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ, നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ. എന്നും ഞാൻ നിന്റെ ഇടയനല്ലോ, എൻ കരത്തിൽ നിന്നെ വഹിക്കും. എന്നും ഞാൻ നിന്റെ ഇടയനല്ലോ, എൻ കരത്തിൽ നിന്നെ വഹിക്കും. നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ, നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ. എന്നിൽ വിശ്വാസം അർപ്പിച്ചിടുകിൽ നിന്നാഗ്രഹങ്ങൾ പൂർത്തീകരിക്കും. എന്നിൽ വിശ്വാസം അർപ്പിച്ചിടുകിൽ നിന്നാഗ്രഹങ്ങൾ പൂർത്തീകരിക്കും. ഓരോ ദിനവും വിശുദ്ധിയായാൽ എന്നും വസിക്കും എൻ മന്ദിരത്തിൽ. ഓരോ ദിനവും വിശുദ്ധിയായാൽ എന്നും വസിക്കും എൻ മന്ദിരത്തിൽ. നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ, നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ. എന്നും ഞാൻ നിന്റെ ഇടയനല്ലോ, എൻ കരത്തിൽ നിന്നെ വഹിക്കും. എന്നും ഞാൻ നിന്റെ ഇടയനല്ലോ, എൻ
കരത്തിൽ നിന്നെ വഹിക്കും. എൻ പിതാവിൻ ഭവനത്തിലോ വാസസ്ഥലങ്ങൾ അനേകമുണ്ട്. എൻ പിതാവിൻ ഭവനത്തിലോ വാസസ്ഥലങ്ങൾ അനേകമുണ്ട്. ആ ഭവനത്തിൽ നിന്നെ ചേർത്തിടാൻ ഒരു സ്ഥലം ഞാൻ ഒരുക്കുമല്ലോ. ആ ഭവനത്തിൽ നിന്നെ ചേർത്തിടാൻ ഒരു സ്ഥലം ഞാൻ ഒരുക്കുമല്ലോ. നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ, നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ. എന്നും ഞാൻ നിന്റെ ഇടയനല്ലോ, എൻ കരത്തിൽ നിന്നെ വഹിക്കും. എന്നും ഞാൻ നിന്റെ ഇടയനല്ലോ, എൻ കരത്തിൽ നിന്നെ വഹിക്കും. നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ, നിൻ ഹൃദയം കലങ്ങരുതേ, നിൻ ഹൃദയം തകരരുതേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ. ഇടയൻ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഒരു ചെറിയൊരു ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടയൻ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ എല്ലാ കൂട്ടായ്മകളെയും ആ മിനിസ്ട്രീസ് ചെയ്യുന്ന എല്ലാ ആരാധനകളെയും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് ഈ മിനിസ്ട്രിയെയും കൂട്ടായ്മയും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് ചെറിയൊരു വചനം ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുത കാര്യങ്ങൾ ഓർത്താൽ ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നല്ല കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാത്തതിനേക്കാൾ അപ്പുറമായി ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നല്ല കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ഒരു വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം, എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വചനം, നാം ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വചനമാണ്. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും എന്ന് വചനം പറയും. ഈ അധ്യായം മുഴുവൻ നാം വായിച്ചാൽ ഇവിടെ നടക്കുന്ന ഒരു യുദ്ധത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു യുദ്ധത്തിന്റെ ചിത്രമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അടയാളങ്ങളില്ലാത്ത ഒരു അനുഗ്രഹം. ഇവിടെ ഈ 4 രാജാക്കന്മാർ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ രാജാവായ യഹോറാം, യഹൂദ രാജാവായ യഹോഷഫാത്ത്, ഏദോം രാജാവ്, മോവാബ് രാജാവായ മേശ. ഇങ്ങനെ 4 രാജാക്കന്മാരെ ഈ അധ്യായം വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രാജാക്കന്മാരുടെ ജീവിതത്തിൽ ഈ യുദ്ധമുഖത്ത് സംഭവിച്ച ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി. പക്ഷേ അതിന് യാതൊരു വിധമായ അടയാളങ്ങളോ ഒന്നും ലഭിക്കാതെ, അടയാളങ്ങളൊന്നും കാണാതെ അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്.
ഇവിടെ ഇസ്രായേൽ രാജാവിനെ നാം നോക്കിയാൽ യഹോറാം, ഈ ഇസ്രായേൽ രാജാവ് പ്രതികൂലത്തിൽ മാത്രം ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനാണ്. ഈ 3 രാജാക്കന്മാർ 7 ദിവസം യാത്ര ചെയ്ത് വരുമ്പോ അവർ ഈ താഴ്വരയിലെത്തുമ്പോൾ അവർക്ക് കുടിക്കുവാനായിട്ട് വെള്ളം കിട്ടാത്ത ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഇവർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ചിട്ടില്ല, ദൈവത്തോടൊന്നും കൂടി ആലോചന ചെയ്തിട്ടില്ല. ദൈവത്തോട് ആലോചന ചോദിക്കാതെയുള്ള ഒരു യുദ്ധ പുറപ്പാടാണ്. എന്നാൽ ഈ 3 രാജാക്കന്മാർ അവർ ഒരു കാര്യം ചെയ്ത് യഹൂദ രാജാവിനെയും കൂടെ കൂട്ടി ഇവരോട് കൂടെ. അപ്പോൾ ഈ യഹൂദ രാജാവിനോടും ഏദോം രാജാവിനോടും ഇവരിങ്ങനെ കൂടി ആലോചിക്കുമ്പോൾ ഇവർ പറയുന്നത് ദൈവത്തോട് ചോദിക്കാം. അപ്പൊ ദൈവത്തോട് ചോദിക്കുക. അപ്പോൾ ദാവീദ് രാജാവിനെ കുറിച്ച് നാം കണ്ടു കഴിഞ്ഞാൽ ദാവീദ് രാജാവ് പലപ്പോഴും യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ട്. അപ്പോ ഫിലിസ്തീർക്കെതിരായ യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് രാജാവ് യഹോവയോട്, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 ശമൂവേൽ 30-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഞാൻ അമാലേക്യരോട് യുദ്ധത്തിന് പുറപ്പെടണമോ അല്ലെങ്കിൽ ഈ അമാലേക്യരെ ഞാൻ പിന്തുടരണമോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചു. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ദാവീദ് രാജാവ് ദൈവത്തോട് ആലോചന ചോദിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മോടുള്ള ചോദ്യം, നാം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കാറുണ്ടോ? ദൈവത്തോട് ചോദിച്ചിട്ടാണോ നാം എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പുറപ്പെടുന്നത്? അതോ ഈ 3 രാജാക്കന്മാരുടെയും യാത്ര പാതിയിൽ നിന്നതുപോലെ നാമും പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇറങ്ങിത്തിരിച്ച് പാതി വഴിയിൽ നിൽക്കുന്നവരായിട്ടാണോ നാം ഇരിക്കുന്നത്? ഇവിടെ യഹൂദ രാജാവായ യഹോശാഫാത്ത് അവരുടെ കൂടെ ഉണ്ട്. ദൈവം ഈ യഹോശാഫാത്ത് മുഖാന്തരം ഈ രാജാക്കന്മാരെ അനുഗ്രഹിക്കുകയാണ്. എലീശ ഈ രാജാക്കന്മാരോട് ചോദിക്കുകയാണ്. ഇസ്രായേൽ രാജാവിനെ എലീശ ശാസിക്കുന്നു, നീ നിന്റെ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ചോദിക്കൂ എന്ന് പറയുന്നു. അപ്പൊ ഇസ്രായേൽ രാജാവായ യെരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല എന്നും അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോ ദൈവത്തോട് ചോദിക്കാതെ പുറപ്പെട്ട ഒരു യാത്ര അല്ലെങ്കിൽ പുറപ്പെട്ട ഒരു യുദ്ധം ഈ യഹോശാഫാത്ത് എന്ന യഹൂദ രാജാവ് മുഖാന്തരം ഈ രാജാക്കന്മാരെ അവിടെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അപ്പൊ യഹോശാഫാത്ത് യഹൂദയിലെ 4-ാമത്തെ രാജാവാണ്, ആസയുടെ മകനാണ്, നല്ലൊരു രാജാവാണ്. എന്നാലും ഇസ്രായേൽ രാജാവ് ആഹാബിനോട് സഖ്യത ചെയ്യുന്നു. അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ആരോടുകൂടെ? യഹോശാഫാത്തിനോടുകൂടെ യഹോവ ഉണ്ടായിരുന്നു. ദേശത്തിൽ വചനം പ്രസംഗിക്കുവാൻ പ്രഭുക്കന്മാരെ നിയമിച്ച ഒരു രാജാവാണ് ഈ യഹൂദ രാജാവായ യഹോശാഫാത്ത്. അപ്പോ യഹോശാഫാത്ത് മേൽക്കുമേൽ ബലവാനായി തീർന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഈ വചനം വായിക്കുമ്പോൾ. അപ്പോ യഹോശാഫാത്ത് മുഖാന്തരം ദൈവം അവിടെ ഈ രാജാക്കന്മാരെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ഈ പ്രതികൂല ഘട്ടത്തിൽ ഒരു രാജാവ് മുഖാന്തരം അവരെ അനുഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല, എല്ലാവരും ചിലപ്പോൾ ദൈവത്തെ അധികമായി ആരാധിക്കുന്നവരോ ദൈവത്തെ അറിയുന്നവരോ ആയിരിക്കുകയില്ല. പക്ഷേ കുടുംബത്തിലുള്ള ഒരാൾ മുഖാന്തരം ചിലപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരാൾ മുഖാന്തരം, ഈ യഹോശാഫാത്ത് മുഖാന്തരം മറ്റ് ഏദോം രാജാവിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ രാജാവ് അവരുടെ ആ പ്രതികൂല സാഹചര്യത്തിൽ ഈ യഹോശാഫാത്ത് മുഖാന്തരം ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. ആ പ്രതികൂല ഘട്ടത്തിൽ അനുഗ്രഹിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സഭയിലോ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു നീതിമാൻ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അവർ മുഖാന്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ലവനായ കർത്താവ്. അപ്പൊ അവിടെ ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ എന്ന് 3-ാം അധ്യായം 16-ാമത്തെ വാക്യം കാണുവാനായിട്ട് കഴിയും. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാലും നിങ്ങൾക്ക് തൃപ്തിയായി, നിങ്ങളുടെ ആടുമാടുകൾക്കൊക്കെ തൃപ്തിയായി കുടിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനുള്ള എല്ലാം ഈ താഴ്വരയിൽ ഉണ്ടാകും എന്ന് അവിടെ ഒരു
അനുഗ്രഹം കൊടുക്കുകയാണ്. അതിനു മുമ്പ് പറയുകയാണ് എന്നാൽ ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുകയും. അപ്പൊ ഈ 3 രാജാക്കന്മാർ സംഘവും ഈ താഴ്വരയിലെത്തി. ഈ താഴ്വര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താഴ്ന്ന ഒരു സ്ഥലമാണ്. വെള്ളം ഒഴുകി വന്നാൽ ഒഴുകി വരുവാനായിട്ട് താഴ്ചയുള്ള ഒരു സ്ഥലമാണ് ഈ താഴ്വര എന്ന് പറയുന്നത്. അപ്പോൾ മഴ പെയ്താലും വെള്ളം ഭംഗിയായിട്ട് നന്നായിട്ട് തന്നെ ആ താഴ്വരയിൽ ഒഴുകി വരുവാനായിട്ടുള്ള എല്ലാ സൗകര്യമുണ്ട്. എന്നാലും ദൈവം അവിടെ പറയുകയാണ്, ഈ രാജാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ. അപ്പോ അതൊരു താഴ്വരയാണ്. യഥാർത്ഥത്തിൽ കുഴി വെട്ടേണ്ട ആവശ്യമില്ല. വെള്ളം എവിടെ മഴ പെയ്താലും ആ വെള്ളം അവിടെ വരും. എന്നാലും ദൈവം അവിടെ കൽപ്പിക്കുകയാണ്, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. ഈ താഴ്വര നമ്മുടെ ജീവിതത്തിലെ നല്ല ഗുണങ്ങളെ കാണിക്കുന്നു എന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ താഴ്മയെ കാണിക്കുന്നു, നല്ല നല്ല ഗുണങ്ങളെ കാണിക്കുന്നു എന്ന് ചിന്തിക്കുക. അപ്പോ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല ഗുണങ്ങൾ, ഈ താഴ്വര പോലെയുള്ള താഴ്മയുള്ള ഹൃദയം, അല്ലെങ്കിൽ നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, നല്ല കാര്യങ്ങൾ, ഇത് ദൈവത്തിന് എന്തേ അംഗീകരിക്കുവാൻ കഴിയുകയില്ലയോ? ഇനിയും അവിടെ കുഴി വെട്ടേണ്ടെന്ന് ആവശ്യമുണ്ടോ? വെള്ളം ഒഴുകി വരുവാൻ അവിടെ സാഹചര്യം ഉണ്ടല്ലോ എന്ന് നാം ചിന്തിക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ നല്ല കാര്യങ്ങളും നന്മ പ്രവൃത്തികളും താഴ്മയും ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ജന്മനാ ലഭിച്ച മാനുഷികമായ ഗുണങ്ങളായിരിക്കാം, സ്വഭാവങ്ങളായിരിക്കാം. എന്നാൽ ദൈവത്തിന് അതല്ല ആവശ്യം, അതിനേക്കാളൊക്കെയും താഴ്മ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സാധാരണ ഉള്ള നന്മകളല്ല, നമ്മുടെ ജീവിതത്തിൽ സാധാരണയായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളല്ല ദൈവത്തിന് ആവശ്യം. അതിനേക്കാൾ ഉപരി വലിയ ദൈവത്തെ പോലെയാകുന്ന ഒരു നന്മ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഗുണങ്ങൾ, നല്ല സ്വഭാവ വിശേഷങ്ങൾ, ഇതൊക്കെയാണ് ദൈവത്തിന് ആഗ്രഹം. ഹല്ലേലൂയ. ഈ താഴ്മയെ കുറിച്ചൊക്കെ ഒരുപാട് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനം 3:12 മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം എന്ന് വചനം പറയുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്ന് കാണുന്നു. ഇങ്ങനെ ജീവിതത്തിലെ താഴ്മ, അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിച്ച താഴ്മയല്ല ദൈവത്തിന് ആവശ്യം. അതിനേക്കാളൊക്കെ ഉപരി ഇനിയും താഴണം. ഇനിയും ഈ വചനത്തെ നാം പഠിക്കണം. ഇനിയും വചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ താഴ്മ ധരിക്കണം. ഇനിയും നാം താഴ്മയുള്ളവരായിട്ട് തീരണം. അതൊരു താഴ്വര ആയിരുന്നിട്ട് പോലും ആ ദൈവം അവിടെ കൽപ്പിക്കുകയാണ്, ഈ താഴ്വരയാണ്, എന്നാലും നിങ്ങൾ ഇവിടെ അധികം കുഴികൾ വെട്ടുവിൻ, അനേകം കുഴികൾ വെട്ടുവിൻ. വെള്ളം വരുമ്പോൾ ആ വെള്ളം ഇനിയും താഴ്ചയിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, താഴ്മയുള്ളവരെ നിറയ്ക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. താഴ്മയുള്ളവരെ ഇനിയും അധികമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ജന്മനായുള്ള സാധാരണ സ്വഭാവ വിശേഷങ്ങളല്ല, എന്നാൽ ഇനിയും അധികമായിട്ട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തിന് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് പോലെ അധികമായ താഴ്മ, ഈ താഴ്വരയിൽ ഇനിയും അനേകം കുഴികൾ വെട്ടുവീൻ എന്ന് ദൈവം കൽപ്പിച്ചതുപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ സാധാരണയായിട്ട് ജന്മനാ ലഭിച്ച സ്വഭാവ ഗുണങ്ങളല്ല, എന്നാൽ ക്രിസ്തുവിന്റെ സ്വഭാവം തന്നെ ധരിക്കുവാൻ, ക്രിസ്തുവിനെ തന്നെ ധരിക്കുവാൻ, അതിന് ഈ സ്വഭാവ ഗുണങ്ങളല്ല, ഇതിനേക്കാളേറെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ആ 3:16 പറയുന്നത് പോലെ ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. അപ്പോൾ അവിടെ എങ്ങനെയാണ് പറയുന്നത്? 17 നിങ്ങൾ കാറ്റും മഴയും കാണുകയില്ല. അതായത് അടയാളങ്ങളൊന്നും നിങ്ങൾ കാണുകയില്ല, എന്നാലും ഈ താഴ്വര ജലം കൊണ്ട് നിറയും. നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ആമേൻ. ചില അനുഗ്രഹങ്ങൾക്ക് മുമ്പ് നമുക്ക് ചില അടയാളങ്ങളൊക്കെ ലഭിക്കാറുണ്ട്, ചില പ്രവചനങ്ങളൊക്കെ ലഭിക്കാറുണ്ട്, ചില അറിയിപ്പുകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, യാതൊരു വിധമായ അടയാളങ്ങളുമില്ല,
ഒരേ ഒരു അടയാളമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ താഴ്മ ധരിക്കുക, ഇനിയും താഴുക, ദൈവത്തോട് ചോദിക്കുക. ഒരു പ്രവൃത്തി ചെയ്യുവാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കുക, ദൈവം കാണിക്കുന്ന പാതയിൽ നടക്കുക. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ മൂലമായി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. നോക്കൂ, അപ്പോ ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. അപ്പോൾ ഈ താഴ്വരയിൽ നിങ്ങൾ രക്ഷപ്പെടുവാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന, നിങ്ങളുടെ ഈ പ്രതികൂലത്തിൽ അതിജീവിക്കുവാനായിട്ട് വേണ്ടുന്ന നന്മകൾ ദൈവം തരും. അപ്പോൾ യേശുവിനെ പോലെ ആകുവാൻ, യേശുവിന്റെ അതേ സ്വഭാവം തന്നെ ധരിക്കുവാൻ, യേശുവിനെ ധരിക്കുവാൻ, ഈ ലോകത്തിന് അനുരൂപരാകാതെ വണ്ണം നാമും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഇനിയും അധികമായിട്ട് താഴുവാൻ, ഇനിയും അധികമായിട്ട് ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു താഴ്മ ധരിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനത്തിലൂടെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്നേഹിതരെ, ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാം കേട്ടതുപോലെ താഴ്മയുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ഏതു വിഷയമായാലും, പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന ഏതു വിഷയമായാലും അതിന് നമുക്ക് പ്രതിഫലം ദൈവം നൽകും എന്നുള്ളത് വാസ്തവമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ യേശുവിന്റെ വരവ് ആസന്നമായി കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി കൂടുതലായിട്ട് ഓടുവാനും പ്രവർത്തിക്കാനും ദൈവം ഞങ്ങളെ ശക്തീകരിക്കട്ടെ. തുടർന്നുള്ള നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദൃശ്യ മാധ്യമത്തിൽ കൂടെ കർത്താവിന്റെ വചനം കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, കർത്താവെ, രോഗങ്ങൾ എല്ലാം നീ വിട്ടുമാറ്റണം. വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണം. അനേക വിഷയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ, മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിജീവിതങ്ങളുമേൽ കർത്താവ് മറുപടി നൽകി അവരെ മാനിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയ കർത്താവെ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ, നന്മയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം. എല്ലാം ദൈവകരനെ ഏൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.